ബോസ് സീസൺ 6 ഗ്രാൻഡ് ലോഞ്ച് വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. സീൻ ഓപ്പൺ ആകുമ്പോൾ കുറെ ക്യാരവന്റെ ഉള്ളിൽ കൂടെ പോകുന്ന ക്യാമറ പാൻ ചെയ്ത ക്യാമറ ഒരു ബെഡ്റൂമിൽ എത്തുമ്പോൾ അതാ അവിടെ ഒരാൾ ഉറങ്ങിക്കിടക്കുന്നു. ആരാണത്? ലാലേട്ടനല്ലേ ഇത്? ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. കണ്ടത് നിജം. ലാലേട്ടൻ മലൈക്കോട്ടെ വാലിബന്റെ സെറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. ലാലേട്ടൻ ലൂസിഫറിന്റെ സെറ്റ് എത്തി. എനിക്ക് ലാലേട്ടാ. ഓ, ഞാൻ വിളിച്ചാൽ ലാലേട്ടൻ എനിക്കില്ല. ഒരു കാര്യം ചെയ്യാം, ഡാൻസേഴ്സ് എണീറ്റ് വന്ന ലാലേട്ടൻ എന്താ പറഞ്ഞെന്നറിയോ? സ്കീ ഐസ്ക്രീം പ്രസൻസ്. എന്ത്? സ്കീ ഐസ്ക്രീം പ്രസൻസ്. സ്കീ ഐസ്ക്രീം പ്രസൻസ്. അപ്പൊ അതോ തേച്ചല്ലേ? കണ്ടില്ലേ? ഒന്നും പറയാനില്ല ലാലേട്ട, ഗംഭീര സെറ്റ്. ഇതിലും സൂപ്പർ സെറ്റ് ഞാൻ മലൈക്കോട്ടെ വാലിബലിൽ മാത്രം കണ്ടിട്ടുള്ളൂ. പക്ഷെ പടം പൊട്ടി, അതേപോലെ ബിഗ് ബോസ് പൊട്ടാതിരിക്കട്ടെ. എന്തായാലും നമുക്ക് വിശേഷങ്ങളിലേക്ക് പോവാം. പറയൂ. ലാലേട്ടനെ ട്രോൾ ചെയ്താണ്. ഏയ് അതാവില്ല. ഇനി ജയിൽവാസത്തിന്റെ സെറ്റില് ഈ BGM ഇട്ട് വല്ല ഡയറക്ടർ ബ്രില്യൻസും ആയിരിക്കില്ല. ഓ, ഇത്രയും വലിയ സെറ്റ് ഇട്ടോണ്ടായിരിക്കും കിടക്കയിലും തലോണയിലും എന്തിന് AC-യുടെ ഇതുമ്പോ വരെ പരസ്യ. ഇത്തവണ എഡിറ്ററും നല്ല എഡിറ്റിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. വാവ്, ഇത് കൊള്ളാം. നല്ല കല്യാണ വീട്ടിൽ സെറ്റ് ഇട്ട പോലത്തെ കൺഫെഷൻ റൂം. പൊളിക്കും. കണ്ണിനൊക്കെ നല്ല കുളിർമയുണ്ട്. സത്യം പറയണല്ലോ, കഴിഞ്ഞ വർഷത്തെ സെറ്റ് വെച്ച് നോക്കുമ്പോ ഇത്തവണ ഇവർക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ സെറ്റ് ഒന്നിനും കൊള്ളില്ലായിരുന്നു. കുറെ ആൾരൂപങ്ങളും ഏതോ പുരാവസ്തു കേന്ദ്രത്തിൽ നിന്ന് പൊളിച്ചെടുത്ത കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചതുപോലെയായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഇത്തവണത്തെ സെറ്റ് കിടിലാണ്, സൂപ്പറാണ്, അടിപൊളിയാണ്. എന്തോ 4 റൂമിനെ പറ്റി പറഞ്ഞില്ലേ, അതിനെ പറ്റി ഒന്ന് പറയോ? പവർ റൂമിലുള്ള ടീമിന് കുറച്ച് പവറുകളൊക്കെ ഉണ്ടാവും. ഓഹോ, അല്ല ഇത് ഞാൻ വേറെ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. പവർ കുറഞ്ഞ വണ്ടികൾക്ക് അല്പം പവർ കുറവായിരിക്കും. ഓ, ഫിറോസിക്ക ഡയലോഗ് കണ്ടുപിടിക്കാൻ അധികം ബുദ്ധിമുട്ടിയില്ലെന്ന് തോന്നുന്നു. ഇത്തവണ ആകെ ഒന്ന് മാറ്റി പിടിച്ചല്ലോ. മാറ്റി പിടിക്കായിരുന്നു. ലാലേട്ടനും കൂടി ഒന്ന് മാറ്റി പിടിച്ചെങ്കിൽ ലാലേട്ടനുള്ള ട്രോൾ ഒന്ന് കുറഞ്ഞിട്ട് വരും. ഇതാരാ? സീരിയൽ കില്ലർ പവനായി ആണോ? ഇതാണ് CID രാമദാസ്. CID രാംദാസ്. പവനായുടെ കോസ്റ്റ്യൂം ഇട്ടിട്ട് രാംദാസ് വരുന്നു. ശ്രീനിയേട്ടനെ അറിയണ്ടാട്ടോ, അടുത്ത കഥ ഇറക്കും. ഓക്കെ, അങ്ങനെ 4 റൂമുകളുണ്ട്. 4 റൂമിൽ ഒരു റൂം ഡെൻ, ഒരു റൂം നെസ്റ്റ്, ഒരു റൂം ടണല്, ഒരു റൂം പവർ റൂം. പവർ റൂം ഏതാണ്? എനിക്ക് തോന്നുന്നു ഈ പവർ റൂമിലായിരിക്കും ആ വീട്ടിലെ മൊത്തം പവർ സർക്യൂട്ട് കൊണ്ടേ വെച്ചിട്ടുള്ളത്. അതാണ് അതിന് പവർ റൂം എന്ന് പേരിട്ടത്, അല്ലേ? ഇവിടെ വാ. അല്ല, ഈ പവർ റൂമിലുള്ള ആൾക്കാർക്ക് എന്തൊക്കെ പവറാണ്? നോമിനേഷൻ പവർ, നോമിനേഷൻ പവർ, ഷോപ്പിംഗ് പവർ, ഷോപ്പിംഗ് പവർ, കുക്കിംഗ് പവർ, കുക്കിംഗ് പവർ, ജയിൽ പവർ, ജയിൽ പവർ. ഉള്ള കാര്യം പറയാലോ, ലാലേട്ടനെ ഇന്ന് കാണാൻ നല്ല ലുക്ക് ആയിട്ടുണ്ട്. കുറെ നാൾക്ക് ശേഷമാണ് പുള്ളിനെ ഇങ്ങനെ ലുക്കിൽ കാണുന്നത്. അത് ഈ ബിഗ് ബോസിന്റെ മികവൊന്നും അല്ല, അത് നമ്മുടെ രാജുവേട്ടന്റെ മികവാ. ഈ രാജുവേട്ടൻ ഡയറക്ട് ചെയ്യുന്ന സിനിമകളിൽ ലാലേട്ടനെ കണ്ടിട്ടില്ലേ? നല്ല ലുക്കല്ലേ? ലൂസിഫർ, ബ്രോഡാഡി, ഇപ്പൊ എമ്പുരാൻ. ഇത് ഞാനല്ലേ? ഇവരെന്നെ ബിഗ് ബോസിൽ എടുത്ത പ്രേതമാണോ? അൻസിബ അല്ലേ ഇത്? ബിഗ് ബോസിലേക്ക് വരാൻ അധികം ബുദ്ധിമുട്ടേണ്ടി വരുന്നില്ല എന്ന് തോന്നുന്നു. അൻസിബ ബിഗ് ബോസിലേക്ക് വന്നതിൽ എനിക്കൊരു വിഷമമുണ്ട്. കാരണം ജിത്തു ജോസഫിന് 3 മാസത്തേക്ക് ഇനി ദൃശ്യം 3യുടെ പണി ചെയ്യാൻ പറ്റില്ല. കാരണം അൻസിബ ബിഗ് ബോസിലല്ലേ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാ, ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് ബിഗ് ബോസ് പറയണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവരെ കഴിഞ്ഞ വർഷമൊക്കെ പറഞ്ഞു വിട്ടിരുന്നത് ലെഫ്റ്റ് സൈഡിലേക്കായിരുന്നു. ഇത്തവണ റൈറ്റ് സൈഡിലേക്കാണ് ലാലേട്ടൻ ഇവരെയൊക്കെ പറഞ്ഞു വിടുന്നത്. അത് ഒരു മാറ്റി പിടിക്കലാണ്. പിന്നെ ബിഗ് ബോസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡാൻസ് അറിയാത്തവർ എല്ലാവരെയും പിടിച്ച് ഡാൻസ് കളിപ്പിക്കും. സംശയമുണ്ടാ? ഞാൻ കാണിച്ചു തരാം. ജിൻഡോ മനസ്സിലായില്ലേ? നമ്മുടെ ടോവിനോന്റെ ഗോദ മൂവിയിൽ ഫസ്റ്റ് ഇങ്ങനെ നിക്കണ മസിൽ മാൻ, അതാണ് ജിൻഡോ. ജിൻഡോന്റെ ഡാൻസ് എന്തായാലും ഇത്തിരി കോമഡി ആയിട്ടുണ്ടെങ്കിലും ആള് പാവമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. എന്തായാലും വരും ദിവസങ്ങളിൽ കാണാം. വെൽക്കം യമുന റാണി. യമുന റാണി വരുന്നുണ്ടോ? ഇതാണോ യമുന റാണി? അപ്പൊ ഞാൻ ഉദ്ദേശിച്ചതല്ല. ബിഗ് ബോസ് ഒരു സ്റ്റോറി ആണല്ലോ. അപ്പോ സ്റ്റോറിയിലേക്കുള്ള ഒരു മെയിൻ അമ്മ റോളാണ് യമുന റാണിക്ക് കൊടുത്തതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ കാണാം മറ്റൊരു ലക്ഷ്മിപ്രിയയാവോ ഈ യമുന റാണിന്ന്. ഋഷി സാമിമാരെയൊക്കെ ഇതിലെടുത്തു തുടങ്ങിയ. ഓ, ഉപ്പുമുളകിലെ ഋഷി. ഉള്ളത് പറയാലോ, ആദ്യമായിട്ട് ഒരാൾ നല്ല രീതിയിൽ ഡാൻസ് കളിക്കുന്നത് ഞാൻ ഋഷിയാണ്. അല്ല അങ്ങനല്ല. പിന്നെ ലാലേട്ടന്റെ ഈ മുടിയുടെ തമാശ ഒത്തില്ല കേട്ടാ. അത് കമന്റ്സ് ഒക്കെ വന്നത് ബോഡി ഷെയ്മിങ് ആണെന്നൊക്കെയാണ്.
ഋഷി ഒരു സേഫ് ഗെയിം കളിക്കാൻ ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരിക്കും. കാരണം ഋഷിക്ക് ഉപ്പും മുളകിൽ നിന്ന് കിട്ടിയ ഒരു ഫെയിം ഉണ്ട്, ഫാമിലി ഓഡിയൻസിന്റെ ഒരു സപ്പോർട്ട് ഉണ്ട്. അത് പോവാതിരിക്കാൻ ഋഷി മാക്സിമം ട്രൈ ചെയ്യും. പക്ഷെ ഋഷിക്ക് എന്തൊക്കെ സീൻ അതിലുണ്ടായിട്ടുണ്ടെന്നും അറിഞ്ഞു. അതുകൊണ്ട് ചിലപ്പോൾ ഋഷി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മുകളിലേക്കും പോകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും കണ്ടറിയാം. ജാസ്മിൻ ജാഫർ നമ്മുടെ ഫ്രണ്ടാണ്, പരിചയമുള്ള കുട്ടിയാണ്, ബുദ്ധിയുണ്ട്, ഡാൻസ് കളിച്ചില്ല. പക്ഷേ ട്രോള് കിട്ടിയപ്പോ കുറെ ബുദ്ധിയില്ലാത്ത കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ട്രോളന്മാർക്ക് ഒരു ഇരയാവാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഓക്കെ, ഇവനും ബുദ്ധിയുണ്ട്, ഇവനും ഡാൻസ് കളിച്ചില്ല. പിന്നെ നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ഏകദേശം കുറച്ചൊരു ലുക്കും ഒരു മാനേഴ്സ് ഒക്കെ ഇല്ലേ, എനിക്ക് തോന്നി കൊള്ളാം. ക്യൂട്ട്നെസ് ലെവൽ ട്രാക്ക് പിടിക്കുന്ന കുട്ടിയാണെന്ന് തോന്നുന്നു. ചെന്നൈ മലയാളി എന്നൊരു മലയാളി ഉണ്ടോ? മലയാളം അറിയില്ലേ, പിന്നെ എന്തിനീ മലയാളം ബിഗ് ബോസിലേക്കൊക്കെ വന്നേണേ? പാട്ടിട്ട് ഡാൻസ് കളിക്കും. അതെ 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 അതെ. ഇതാരാ? ജാൻ മാണി ദാസ്. മേക്കപ്പ് ചെയ്യാൻ അറിയാന്ന് പറഞ്ഞിട്ട് ഡ്രസ് വൈറ്റും നെയിൽ ക്യൂടെക്സ് റെഡും ആണല്ലോ ഇട്ടിരിക്കുന്നത്. ബട്ട് വൈ? എനിക്ക് ഫാഷൻ സെൻസ് അറിയാത്തോണ്ടായിരിക്കും കേട്ടോ. വൈറ്റ് അല്ലേ ഇടണ്ടേ? ഫോട്ടോ കണ്ട്. എന്തായാലും മലയാളം അറിയില്ല. രതീഷ് കുമാർ. രതീഷ ഫിറോസ് കേടയാ? ആ രതീഷ് അല്ലേ? ഓ, ഇത് വേറെ രതീഷ്. ഞാനൊന്ന് മാറ്റി പിടിച്ചോട്ടെ. ഇവൻ കൊള്ളാം, ഇവൻ നമുക്കൊരു ഇരയാണ്. ലോകത്തിൻ കഥയറിയാതെ നേരത്തിൻ ഗതിയറിയാതെ വാലിബനെ കളിയാക്കണതാണ് അവൻ ഇങ്ങനെ പാട്ടുപാടി. വാഴുന്ന ലാലറ്റിന്റെ എക്സ്പ്രഷൻ നോക്ക്. കാവിരിത്തുമ്പിൽ കാത്തിരുന്ന പൈതലേ. രതീഷിനെ എനിക്ക് ഇഷ്ടപ്പെട്ടുട്ടാ. ഇത്തിരി ഓവർ ആയാലും ആളുകൾ ശ്രദ്ധിക്കുള്ളൂ. വന്നപ്പോ തന്നെ പാട്ട് പാടി എല്ലാവരെയും കയ്യിലെടുത്തു. ഇത്തിരി ഓവർ ആണെങ്കിലും ആള് കൊള്ളാം. ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണ്. ശ്രീരേഖ. ശ്രീരേഖ കൊരട്ടീന്നാ. എന്റെ അയൽക്കാരിയാണല്ലോ. കഴിവുണ്ടിട്ടാ. സംസ്ഥാന അവാർഡൊക്കെ നേടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമാ. അതേ അഭിനയം ബിഗ് ബോസിലും കാഴ്ച വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് അടിക്കും. കപ്പ് നമുക്ക് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണം കേട്ടോ. ഐശ്വര്യമുള്ളൊരു മുഖമൊക്കെ ഉണ്ട്, നല്ല ഐശ്വര്യമുള്ള ചിരി ഉണ്ട്, ഒരു നാടൻ തനിമയുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ എന്ത് തനിമയുള്ളതെന്ന് നമുക്ക് കണ്ടറിയാം. വെൽക്കം റോക്കി. KGF അസി. ഇതേത് റോക്കി? ഷെഫ് റോക്കി. കൊള്ളാം. തലയിൽ കളർ അടിച്ചിട്ടുണ്ടെങ്കിലും ആളൊരു ഫ്രീക്കനാണ്. അടി ഉണ്ടാക്കാൻ പറ്റിയൊരു മുതലെന്ന് തോന്നുന്നു. ആ, ഈ ചേച്ചി മറ്റേ തമാശയൊക്കെ പറഞ്ഞ സീരിയലൊക്കെ അഭിനയിക്കുന്ന ചേച്ചിയല്ലേ? കൊള്ളാം. അപ്സര. പിന്നെ അങ്കമാലിന്ന് ഇതൊക്കെ നമ്മുടെ അടുത്തുള്ള ആൾക്കാരാണല്ലോ. ഗബ്രി. ഇവൻ കൊള്ളാം. പെൺകുട്ടികളുടെ ഹരമായി മാറാൻ ചാൻസ് ഉള്ള ഒരു മുതലാണ്. കൊള്ളാം, നോക്കട്ടെ. ഓ, നോറ നഷ്കൻ. കൊള്ളാം. അടുത്ത ക്യൂട്ട്നെസ്. യുവതികളെ ബിഗ് ബോസിൽ പിടിച്ചിരുത്താൻ അടുത്ത മുതൽ അർജുൻ സജീവ്. ഇവരുടെയൊക്കെ സ്വഭാവം കിടിലാണെങ്കിൽ ഈ സീസൺ ഭരിക്കും. ഇത് നമ്മുടെ അലൻസീറിയായിരുന്നല്ലേ? പുള്ളി മേനോനായ ലേൺ ചെയ്തിട്ട് ഒരു മാസ്റ്ററിന്റെ കൂടെ. അല്ല, മലയാളം അറിയില്ല ഇവിടെ. ഇത് മലയാളം ബിഗ് ബോസ് അതോ ഹിന്ദി ബിഗ് ബോസാ? ഫൈനലി നമ്മുടെ കുടുംബ വിളക്ക് ശരണ്യ. ഈ ചേച്ചിനെ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. നമ്മുടെ ചങ്സ് സിനിമയില് ഒരു ടീച്ചറായിട്ട് അഭിനയിച്ചപ്പോ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോ വലിയ സ്റ്റാറൊക്കെ ആയി. ഇമേജ് നോക്കാണ്ട് അഭിനയിക്കാൻ പറ്റുന്ന ഒരു ആളാണ്. കാരണം സീരിയലില് ഭയങ്കര ടഫ് ക്യാരക്ടർ ആയിരുന്നു. അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കാൻ ചാൻസ് ഇല്ല. എന്നാലും ഓപ്പോസിറ്റ് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് ബ്രേക്ക് ചെയ്ത് അടിപൊളിയായിട്ട് വരാൻ പറ്റും. ഈ ചേച്ചി കലക്കും. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഫൈനലി നമ്മുടെ കോമണേഴ്സ് ഇവരാദ്യം തന്നെ ഈ 17 കണ്ടസ്റ്റൻസിനെയും കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാറ്റിയിരുത്തിയേക്കായിരുന്നു. എന്തായാലും റഷ്വിനും നിഷാനയ്ക്കും എന്റെ അഭിനന്ദനങ്ങൾ. കൺഗ്രാറ്റുലേഷൻ ഫോർ സെലക്ഷൻ. പിന്നെ ഈ റഷ്വിനെ ഞാൻ അന്നവിടെ കണ്ടിരുന്നു. അപ്പൊ 19 പേരെയും നമ്മൾ ആ വീട്ടിലാക്കി ലാലേട്ടൻ അത് സീൽ ചെയ്തിട്ടുണ്ട്. ഇനി അടിയുടെ ഇടിയുടെ വെടിയുടെ പൊടി പൂരം. റിനോഷേട്ടാ, പാട്ട് റെക്കോർഡാക്കിയിട്ട് സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്യാനാണെങ്കിൽ എന്തിനാ ചേട്ടാ മൈക്ക്? ലാലിസത്തിന് പഠിക്കുകയാണോ ലാലേട്ടന്റെ ഷോ ആയതുകൊണ്ട്? മനസ്സിലായി.